പൂക്കളായിട്ട് അത്തർ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഓണം കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി അത്തർ ഞങ്ങൾ മുറ്റത്തിട്ടിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ. വേറെ ഒന്നുമല്ല, വെയിൽ വന്നപ്പം നമ്മളെ ഫാമിലിയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഉണക്കാനിട്ടാണ്. കണ്ടില്ലേ? ഓ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളെ ഷീറ്റിൽ നല്ല ചൂടാണ്. നമ്മൾ ഇന്നലെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിന്റെ വീഡിയോ ചെയ്തത്. സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വരുന്നുണ്ട്. നല്ല പണി പാടുന്നൊക്കെ വിചാരിച്ചാണ് ഇടയ്ക്ക് മഴക്കാരൊക്കെ വന്നിട്ട്. അപ്പൊ ഇന്ന് നല്ല വെയിലാണ്. അപ്പൊ സ്റ്റാർ ഫ്രൂട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഉണക്കായി വരുന്നുള്ളൂ. ഇതുപോലെ 2 വെയിലും കൂടെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇവിടെ കണ്ടോ കൊടംപുളി ഇന്ന് വീണതും ഇന്നലത്തെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് കൊടംപുളി ഏകദേശം കഴിഞ്ഞു കേട്ടോ. കൊടംപുളിയൊക്കെ നമ്മള് അടുപ്പിന്റെ മുകളിൽ തട്ട് കെട്ടിയിട്ട് തന്നെ ഉണക്കി. ഇതുമ്പോ എന്താ ചെയ്തു, കുറച്ച് മുളക് ഉണ്ടായിരുന്നു. മുളക് മല്ലി ഇതൊക്കെ ഉണക്കാട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതാ ജാതിക്ക നോക്കി. ഇതൊക്കെ അടുപ്പിന്റെ സൈഡിൽ ഇട്ടിട്ട്, നമ്മൾ തട്ടല്ല സൈഡിൽ ഇട്ടിട്ട് ചൂട് കെട്ടി ഉണക്കിയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ നല്ല. അതിലൊക്കെ കണ്ടില്ലേ ചിലതൊക്കെ പൂപ്പലുണ്ട്, ചിലത് കണ്ടില്ലേ ഇങ്ങനെ നനവോടെ കൊണ്ടുവച്ചിട്ട് ജാതിപത്രി വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പൂത്ത് അതൊക്കെ ഒന്ന് വെയിൽ കൊണ്ടാ പോവും. ഇവിടെ കണ്ടോ, ഇതാണ് ഇപ്പൊ എടുത്തു വന്ന് ഏലം നോക്കി. ഏലൊക്കെ ഇതൊക്കെ ഒരു വട്ടം ഉണക്കിയതാണ്. എന്നാലും വെയിൽ ഒന്നുകൂടെ കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലത്, നമുക്ക് എടുത്തു വെക്കാനല്ലേ. പിന്നെ ഉണങ്ങി കഴിഞ്ഞ കൊടംപുളി ഉണ്ട് കുറച്ച്. ഇതൊക്കെ നമ്മൾ തട്ടിലിട്ടത് ഒന്നും കൂടെ എടുത്ത് വെയിലത്ത് വെച്ചാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചാൽ ഇതാ നല്ല എത്രയും അത്തിട്ടിട്ടുണ്ട് നമ്മള്. ഇപ്പം കാലാവസ്ഥ നമുക്ക് ഇപ്രാവശ്യത്തെ കാലാവസ്ഥ ആണല്ലോ പല രീതിയിലാണ് വരുന്നത്. ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് വെയിൽ വരും. അങ്ങനെ കർക്കിടത്തിലൊക്കെ 10 വെയിൽ കിട്ടുന്ന പറഞ്ഞിട്ട് നമുക്ക് അതൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. അതിപ്പോ ചിങ്ങത്തിലാണ് തോന്നുന്നു വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങോട്ട് കുറച്ച് ദിവസം വെയിലുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണക്കിയെടുക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് 1-2 വെയിലേക്കും കിട്ടുക. ആ വെയിലിൽ ഉണക്കിയെടുക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്തോളി.